ഏറ്റവും സന്തോഷമുള്ള സമയമായിരുന്നു. പറയുമെന്ന് തോന്നുന്നെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? ചിലർ കേൾക്കാൻ വേണ്ടി പറയാം ഇപ്പം കേട്ടോ. നല്ല ഉറപ്പാ പറയുന്നു. എന്താ കഴിഞ്ഞ പ്രാവശ്യം കൈപൊക്കിയില്ല? എൻ്റെ ദൈവമക്കളെ, നിങ്ങൾക്ക് ഇന്ന് ഏത് ജാക്കി വെച്ച് നിങ്ങളെ പൊക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 500 ടണ്ണിൻ്റെ ജാക്കി വെച്ചിട്ട് അനങ്ങാതെ ഈ നമ്മുടെ ജനറേറ്റർ പൊക്കാൻ നേരത്ത് ചിലരൊക്കെ പറഞ്ഞു 20 ടണ്ണിൻ്റെ ജാക്കി വെച്ചിട്ടും അനങ്ങുന്നില്ലെന്ന് പറഞ്ഞു. ഞാനിന്ന് ആലോചിക്കുമായിരുന്നു, 500 ടണ്ണിൻ്റെ ജാക്കി വെച്ചിട്ട് ഇവിടെ ചിലതൊന്നും അനക്കുന്നില്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യും, അത്രേ ഉള്ളൂ. വേറൊന്നും പറയാനില്ല. ഇങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ടാകും. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരണം. എന്തിനു വേണ്ടി? സുവിശേഷത്തിന് വേണ്ടി. പ്രൈസ് ഗോഡ്. കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരണം. നമ്മൾ ഇവിടെ മിണ്ടാപ്പൂച്ചയായിട്ടിരുന്നാലും അവിടെ ഗർജിക്കുന്ന സിംഹങ്ങളായി മാറണം. എനിക്കൊരു കാര്യം നിർബന്ധമാണ്. കാരണം ദാവീദിൻ്റെ കൂടെ വന്നവർ കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സമാധാനമില്ലാത്തവർ, സന്തുഷ്ടിയില്ലാത്തവർ. പിന്നത്തതിൽ അവരെക്കുറിച്ച് വായിക്കുന്ന ഇങ്ങനെയാണ്: ഇടം കൈകൊണ്ടും വലം കൈകൊണ്ടും അമ്പെയ്തുവാൻ, യുദ്ധം ചെയ്യുവാൻ, ആമേൻ, പ്രൈസ് ലോർഡ്, അവർ പ്രാപ്തന്മാരായിരുന്നു. വേറെ ചിലർ പറയുന്നത് കാട്ടുകലയേക്കാൾ വേഗതയുള്ളവരായിരുന്നു. അവരിൽ ഒരുവൻ ഹിമകാലത്ത് ഒരു ഗുഹയിലേക്ക് കടന്നു ചെന്ന് ആമേൻ ഒരു സിംഹത്തെ അടിച്ചു കൊന്നു, ഒരു കരടിയെ കൊന്നു. പ്രൈസ് ഗോഡ്. വേറൊരുവൻ ഹാലിലോ ഗോലിയാത്തിനെ പോലെയുള്ള പൊക്കമുള്ള ഒരുത്തിനെടുത്ത് ചെന്ന് അവൻ്റെ മല്ലൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കുന്തം പിടിച്ചു വാങ്ങി അവിടെ കുത്തിക്കൊന്നു. അങ്ങനത്തെ കുറെ വീരന്മാർ ഫെയ്ത്ത് സിറ്റിയിൽ ഉണ്ടാകണമെന്ന് ഒരു ശുശ്രൂഷകൻ, നിങ്ങളുടെ ശുശ്രൂഷൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാം. എല്ലാവരും ഇപ്പോൾ സൂക്ഷിച്ച കൈവെക്കുള്ളൂ, അതൊരു ഗുണമുണ്ട്. പ്രൈസ് ഗോഡ്. ചിലർക്ക് കൈ പൊക്കാൻ ഭയങ്കര മടിയുമാണ്, അതൊരു ഗുണമുണ്ട്. അതും ഗുണമാണ്, എല്ലാം ഗുണമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഏത് വിധേനയും ക്രിസ്തുവിനെയല്ലയോ പ്രസംഗിക്കുതെന്ന് ചങ്ങലയിൽ കിടന്ന പൗലോസ് പറഞ്ഞ ആത്മാവെങ്കിലും നമുക്കുണ്ടായില്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവൻ വെച്ച് കൊടുക്കാനും മടിയില്ലാത്തവനെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞ് ഇവനെ ആരാധിക്കാമോ? ഈ ദൈവം വിശ്വസ്തനാണ് നമ്മെ സഹായിക്കാൻ. അപ്പം അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ദൈവം ആക്കുന്ന സ്ഥലങ്ങളിൽ ആക്കുന്നത് പോലെ പോകാൻ നമുക്ക് സാധിക്കണം. കാരണം കൊർന്നല്യോസേ, ഭയപ്പെടേണ്ട, നിന്റെ ദാനവും നിന്റെ ധർമ്മവും എത്തിയിരിക്കുന്നു, നിന്റെ ഭയം, നിന്റെ ഭക്തി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആളയച്ച് തോൽക്കലനായ ശീമോൻ്റെ വീട്ടിൽ പാർക്കുന്ന ശീമോൻ എന്ന മറുപേരുള്ള പത്രോസിനെ വരുത്തി അവൻ പറയുന്നത് കേൾക്ക്. ഇത് കേട്ടപ്പം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കൊർന്നല്യോസ് പടയാളികളിൽ ഭക്തനായ ഒരുവനെയും വേലക്കാരിൽ 2 പേരെയും കൂട്ടി അയച്ചു. പ്രൈസ് ഗോഡ്. ചെന്നു പറഞ്ഞ അഡ്രസ്സിൽ ചെന്നപ്പം ശരിയാണ്, തോൽക്കൊലനായ ശീമോൻ്റെ വീട്ടിൽ പത്രോസ് എന്ന് പേരുള്ള ആമേൻ മറുപേരുള്ള പ്രൈസ് ഗോഡ് ശീമോനെ കണ്ടെത്തി. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം 17-ാം വാക്യത്തിലൊന്ന് വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 10:17. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ, നിനക്ക് പോകാൻ മടിയില്ലെങ്കിൽ നിനക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഒരുത്തനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഞാൻ വിചാരിക്കുന്നു, ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇവിടെ പറഞ്ഞ നിമിഷത്തിൽ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചില വയലുകൾ എൻ്റെ ദൈവം കണ്ടു കഴിഞ്ഞു. നിങ്ങളെ സ്വീകരിക്കാൻ ചില ഗ്രാമങ്ങൾ ദൈവം ഒരുക്കി കഴിഞ്ഞു. ചില സുവിശേഷകന്മാരെ, ചില സഭകളെ എൻ്റെ ദൈവം ഒരുക്കി കഴിഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. നീ ചെല്ലുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. ദുബര ഹതുര ജപന ദലകല ഹത്തുല ബൗഡേ അംബര പരപര ഹദ്ര ഗൗഡേ. കർത്താവേ, നീ ഒരുക്കണമേ. ഈ 16-ാം തീയതി ഞങ്ങൾ പറഞ്ഞ വിഷയം ഞങ്ങൾ നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലം ഒരുക്കണമേ, വാഹനം ഒരുക്കണമേ, സഭ ഒരുക്കണമേ, കേൾക്കാനുള്ള ജനത്തെ ഒരുക്കണമേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം ഒരുക്കി കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. പത്രോസിനെ ഇവർ ചെല്ലുന്നതിന് മുമ്പ് ദർശനം കാണിച്ചൊരുക്കി. കാരണം പത്രോസ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത്ര ചെറിയ പുള്ളിയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതെ ഒരുത്തിന് സ്നാനമേൽക്കാൻ പറ്റത്തില്ല.
ദൈവമക്കളെ, നീ വിശ്വാസത്തിനും സുവിശേഷത്തിനും വേണ്ടി ഇറങ്ങുമ്പോൾ നിന്റെ മൂഢ സ്വർഗത്തിലുള്ള ചില പ്രിൻസിപ്പിൾസ്, ദൈവവചനത്തിന് നിരക്കാത്ത ചില പ്രിൻസിപ്പിൾസ്, സൂപ്പർ ഹോളിനെസ്സും പറഞ്ഞു നടക്കുന്ന ചില പ്രിൻസിപ്പിൾസ് മാറ്റിവെക്കേണ്ടി വരും. മനസ്സുണ്ടോ? നീ ഇന്ന് വിശ്വസിക്കുന്ന പല വിഷയങ്ങളും ദൈവവചനത്തിന് എതിരാണ്, ദൈവശക്തിക്ക് എതിരാണ്, ദൈവകൃപ പ്രാപിക്കുന്നതിന് തടസ്സമാണ്. നിന്നെ ദൈവത്തിന് അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? ചിലത് മാറ്റിവെക്കേണ്ടി വരും. പത്രോസ് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചതാണ്, സ്നാനപ്പെടണമെങ്കിൽ പരിച്ഛേദന ഏൽക്കണം. പക്ഷേ ഒരു ദർശനത്തിൻ്റെ മുമ്പിൽ ദൈവം അവന് തിരുത്തു കൊടുത്തു. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പം ഒന്ന് തിരുത്താനുള്ള മനസ്ഥിതിയാണ് ഏറ്റവും വലിയ മനസ്ഥിതി. പത്രോസ് ആണെങ്കിലും തിരുത്താനുള്ളൊരു മനസ്ഥിതി ഉണ്ടായി. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, കഠിനപ്പെടരുത്. നിങ്ങൾ ദൈവവചനം കേട്ട് കഠിനപ്പെട്ട് മത്സരിക്കരുത്, തിരുത്തണം. ദൈവവചനത്തിൻ്റെ മുമ്പിൽ തിരുത്തണം നമ്മൾ. പത്രോസ് തിരുത്തി. പ്രൈസ് ഗോഡ്. 17-ാം വാക്യം. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. എന്തൊരു കോയിൻസിഡൻസ് ആണ് നോക്കി. ഇതുപോലെ ഒരുപാട് കോയിൻസിഡൻസ് ഈ നാളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പോട്ടെ, പ്രൈസ് ഗോഡ്. അതിൽ ഒരു കോയിൻസിഡൻസ്, ഇന്നത്തെ കോയിൻസിഡൻസ് ഞാൻ പറഞ്ഞു. എന്തുവാ? യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. സുരേഷ് വീട്ടിലിരുന്ന് സുരേഷും കൊണ്ടുവന്നു. കോയിൻസിഡൻസാണ്. ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ എത്ര പേർക്ക് സാധിക്കും? ഇതെൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന കോയിൻസിഡൻസുകളാണ്. ഇതുപോലെ ഒത്തിരി കൊണ്ട് പറയാം. വലിയ കാര്യമുണ്ട്, ചെറിയ കാര്യമുണ്ട്. ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, സഭയോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, വ്യക്തികളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, കുടുംബങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഈ 21 ദിവസത്തെ 2013 ഉപവാസത്തിൽ ഇവിടെ ഇരിക്കുന്ന വ്യക്തികളോടും, വീട്ടിലിരിക്കുന്ന വ്യക്തികളോടും, ദേശത്തോടും, ഹല്ലേലൂയ, കുടുംബങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫെയ്ത്ത് സിറ്റിയിൽ നടക്കുന്ന ഈ ഉപവാസത്തിൽ കൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കുക. ദൈവം ഇടപെടുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അവൻ്റെ വചനം ഇടപെടുന്നു. ദൈവമക്കളെ, ഏറ്റെടുത്തോണം. ഇതൊരു ചാൻസാണ്. ഇനി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തീർത്ത് പറയാം, ഇനി ചാൻസ് കിട്ടും. അടുത്ത ഉപവാസത്തിന് നടക്കുമോ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ചാൻസാണ്, ഏറ്റെടുത്തോണം. പ്രൈസ് ഗോഡ്. അപ്പം പത്രോസ് ഇറങ്ങി ചെല്ലപ്പോൾ പടിവാതിൽ. അടുത്ത വാക്യം. പത്രോസ് എന്ന മറുപേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് എന്ന് പറയുന്ന ശീമോനോട് താമസിക്കുന്നുണ്ടോ? ഉണ്ടേ, ഞാനാണ്. വായിച്ചേ. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. എത്ര വ്യക്തം, എത്ര സ്പഷ്ടം. നിനക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ, സുവിശേഷം നിന്നെ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്രിൻസിപ്പിളും മാറ്റിവെക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 3 പുരുഷന്മാരെ കൊർന്നല്യോസ് അയച്ചതുപോലെ തന്നെ നിന്നെ കൊണ്ടുപോയി ശുശ്രൂഷിപ്പിക്കാൻ, നിന്നെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കാൻ, നിന്നെ കൊണ്ടുപോയി ദൈവവചനം ശുശ്രൂഷിപ്പിച്ച്, ഹല്ലേലൂയ, ഒരു കൂട്ടത്തെ മാനസാന്തരപ്പെടുത്തി സ്നാനത്തിലേക്ക് നടത്തത്തക്കവണ്ണം പൗലോസ് നിന്നെ ഉപയോഗിക്കും, പത്രോസെ നിന്നെ ഉപയോഗിക്കും, യോഹന്നാനെ നിന്നെ ഉപയോഗിക്കും, യാക്കോബയെ നിന്നെ ഉപയോഗിക്കും. ഇവിടെ ഫെയ്ത്ത് എത്തിയിരിക്കുന്ന ഓരോ വിശ്വാസിയുമേ നിന്നെയും എന്റെ ദൈവം ഉപയോഗിക്കും. സന്തോഷമുണ്ടെങ്കിൽ ഒരു സന്തോഷത്തിന്റെ സ്തോത്രം പറ. ദൈവം എന്നെ ഉപയോഗിക്കണമേ. പറ, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ. ഉറക്കെ പറഞ്ഞ, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ. യേശുവേ എന്നെ ഉപയോഗിക്കണമേ. കർത്താവേ എന്നെ ഉപയോഗിക്കണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ തേടി ചിലർ പുറപ്പെട്ട് കഴിഞ്ഞു, നിന്നെ വിളിക്കാൻ ചിലർ പുറപ്പെട്ട് കഴിഞ്ഞു, നിന്റെ വീട് അന്വേഷിച്ച് ചിലർ എത്തിക്കഴിഞ്ഞു. നീ അറിയാത്ത ആളുകൾ നിന്നെ വിളിച്ചുകൊണ്ടുപോയി ദൈവവചന ശുശ്രൂഷയ്ക്ക്, ആത്മാവിലുള്ള ശുശ്രൂഷയ്ക്ക്, വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക്, പുതിയ നമ്മയുടെ ശുശ്രൂഷയ്ക്ക് നിന്നെ വിളിക്കും. മനസ്സിലായോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോസ്തല പ്രവർത്തനകാലത്ത് മാത്രമുള്ളതല്ല, 21-ാം നൂറ്റാണ്ടിൽ നടക്കുമെന്ന് വിശ്വാസമുണ്ടോ?
നിന്റെ വീട്ടിൽ ഇങ്ങനെ നടക്കുമെന്ന് വിശ്വാസമുണ്ടോ? നിന്നെ അന്വേഷിച്ച് ആള് വരുമെന്ന് വിശ്വാസമുണ്ടോ? ആള് വരുന്നതിന് മുമ്പ് നിനക്ക് വെളിപ്പാട് കിട്ടുമെന്ന് വിശ്വാസമുണ്ടോ? നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളെ ഈ നേരമാകുമ്പോൾ 3 പേര് വന്ന് വിളിക്കുമെന്ന് വിശ്വാസമുണ്ടോ? അതുപോലെ നടക്കും, അതുപോലെ നടക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ദൈവമക്കളെ, നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് നീ ദൈവസന്നിധിയിൽ ചിന്തിച്ചാൽ മതി, ദൈവം അത് കേട്ട് മറുപടി തരും. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. 2003 ഡിസംബർ മാസത്തിൽ ദൈവത്തിന് സ്തോത്രം, ഖൊരഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ മഞ്ഞ് തണുത്ത് മരവിക്കുന്ന മഞ്ഞില്, പ്രൈസ് ഗോഡ്. അന്ന് ജെയ്സൺ ഉണ്ടായിരുന്നില്ലേ? അലക്സ് ഉണ്ടായിരുന്നു, എബ്രഹാം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഇവിടെ ഭോപ്പാൽ ഇല്ല, ജെയ്സൺ ഉണ്ടായിരുന്നു, അലക്സ് ഉണ്ടായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ, ഖൊരഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 11 മണിയായപ്പോൾ തണുത്ത് മരവിച്ച് അസ്ഥിയിലോട്ട് തണുപ്പും കൊണ്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം കർത്താവിനോട് ചോദിച്ചു. അറിയാതെ ചോദിച്ചു പോയതാ, ശരിയോ തെറ്റോ എനിക്ക് അറിയത്തില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വെങ്കട്ടരാമൻ, അന്ന് വെങ്കട്ടരാമൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വെങ്കട്ടരാമൻ ഞാൻ സേവിച്ചിരുന്ന കാലത്ത് ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഫ്ലൈറ്റിലാണ് കേരളം മുഴുവൻ പോയത്, വിദേശം മുഴുവൻ ഇന്ത്യ മുഴുവൻ പോയത്, വിദേശത്ത് പോയത്. ഇപ്പം നിന്നെ സേവിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇങ്ങനെ കിടക്കേണ്ട ഗതികേടുണ്ടോ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. എന്നാൽ ഞങ്ങൾ ആ കൺവെൻഷൻ, ആ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 ദിവസം കഴിയുന്നതിന് മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു. പൂന ഐക്യ യൂണിയൻ കൺവെൻഷന് വേണ്ടി പാസ്റ്ററെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു, പാസ്റ്ററെ ഈ വർഷത്തെ പ്രാസംഗികനായിട്ട് വിളിക്കാനായിട്ട്. പ്രൈസ് ഗോഡ്. ഞങ്ങൾക്ക് പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു ശരി, ഞാൻ വരാം. എന്നെ ഡേറ്റ് ഫ്രീ ആണെങ്കിൽ ആര് വിളിച്ചാലും എവിടെയാലും പോകും. ഞാൻ പറഞ്ഞു ശരി, ഞാൻ വരാം. പ്രൈസ്. അടുത്ത അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പാസ്റ്ററുടെ ദൈവത്തിന് സ്തോത്രം, ആമേൻ, ടിക്കറ്റിൻ്റെ ചെലവ് ഞങ്ങൾ വഹിക്കാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, പാസ്റ്ററുടെ ആ ഡീറ്റെയിൽസ് ഒന്ന് തരണം, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ്. തീർന്നില്ല, ഞങ്ങൾക്കൊരു കാര്യം കൂടെ അറിയാം, പാസ്റ്റർ എവിടെ പോയാലും ഭാര്യ കൂടെ കാണും, നിങ്ങളുടെ 2 പേരുടെയും ഡീറ്റെയിൽ തരണം. പ്രൈസ് ഗോഡ്. ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇമെയിൽ ഒന്ന് നോക്കിയേര്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് പൂനെയിലേക്കും പൂനെയിൽ നിന്ന് കൊച്ചിയിലേക്കും ഫ്ലൈറ്റിൽ പോകാനുള്ള ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളത് ഞങ്ങൾക്ക് 2 പേർക്കുമുള്ളത്. 4-ാം ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് വന്നു, നീ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് പറഞ്ഞത്, ഖൊരഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് പറഞ്ഞത് ഒരു മനുഷ്യനും കേട്ടിട്ടില്ല, ഒരു വ്യക്തിയും അറിഞ്ഞിട്ടില്ല, ഗ്രേസിക്ക് പോലും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ദൈവം അറിഞ്ഞു. നീ കിടന്ന് പറഞ്ഞത്, നീ വീട്ടിൽ കിടന്ന് പറഞ്ഞത്, നീ അടുക്കളയിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, നീ ബാത്റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, നീ കിടപ്പറയിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, തെരുവിൽ നിന്ന് പറഞ്ഞത്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്, ചന്തയിൽ നിന്ന് പറഞ്ഞത്, ബസ് സ്റ്റോപ്പിൽ നിന്ന് പറഞ്ഞത്, ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്, എവിടെ കിടന്ന് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. നീ ഹൃദയം തകർന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് കുറിച്ചു വെച്ച് അതിന് മറുപടി തരുന്ന സർവശക്തനായ യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ചുമ്മാ പറയല്ല, ഒരനുഭവം ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. ഞാനൊരിക്കൽ റെയ്നാഡ് ബോംബെയുടെ ക്രൂസൈഡ് നടക്കുമ്പോൾ, ക്രൂസൈഡിൻ്റെ അറേഞ്ച്മെൻറ്റ് പോകുമ്പോൾ, അതിൻ്റെ സംഘാടകരിൽ ഒരാളുമായിട്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, വടക്കൻ പ്രദേശത്തേക്ക് പോയി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പെരുമഴ, 2 മണി, ട്രെയിൻ രാവിലെ ഉള്ളൂ. കയറി നിൽക്കാൻ ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ അല്ലാതെ വേറെ സ്ഥലമില്ല. അത് കഴിഞ്ഞ് അവിടെ ചെന്നു. അവർ ചോദിച്ചു, ഇന്നലെ സാറൊക്കെ എവിടെ കിടന്നെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു മനോരമയിലായിരുന്നു പറഞ്ഞു. ലിറ്ററലി ഒരു മനോരമ പത്രം മേടിച്ച് അത് തറയിൽ വിരിച്ച് കൊതുകേടിയും കൊണ്ട് അന്ന് രാത്രി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിച്ചുകൂട്ടി. എനിക്കതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിട്ടല്ല കേട്ടോ. ഒന്നാന്തരം വീടും ബെത്തയും AC എല്ലാം ഉണ്ട്. അന്ന് AC കാറും ഉണ്ട്. പ്രൈസ് ഗോഡ്. വേണമെങ്കിൽ കാറെടുത്ത് എവിടെ വരെ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അതൊക്കെ ഷെഡിൽ കിടക്കും, വീട് പൂട്ടിക്കിടക്കും, കിടക്ക വെറുതെ കിടക്കും. ആ സമയത്ത് ഹല്ലേലൂയ, ഖൊരഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ, കോഴിക്കോട്ടെങ്കിൽ അങ്ങനെ,
യേശുവിൻ്റെ നാമത്തെ പ്രതി, ശുശ്രൂഷയെ പ്രതി, വചനത്തെ പ്രതി, നിലത്ത് മനോരമ പത്രം പിടിച്ച് ഉറങ്ങേണ്ടി വന്നാലും സുഖമായി ഉറങ്ങാൻ ഉറക്കം തരുന്നൊരു ദൈവമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ ദൈവത്തെ വിട്ട് എവിടെ പോകും? ഹല്ലേലൂയ. ഞാൻ പറയാം, എനിക്ക് എല്ലാം സഹിക്കാം. ഒരു കൊതുകിനെ കണ്ടാൽ മതി. ഇപ്പോഴും വീട്ടിൽ ഒരു കൊതുകിനെ കണ്ടാൽ മതി, ഞാനൊന്ന് ഉറങ്ങുകയില്ല. ഞാൻ ഈയിടെ ഞങ്ങൾ അമേരിക്കയിൽ പോയി വന്നപ്പം കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് ചാർജ് പോയിട്ട് ശരിയാവുന്നില്ല. ഞാൻ ജെയ്സനെ വിളിച്ച് പ്രത്യേകം കഴിഞ്ഞ ആഴ്ച ഒരു ബാറ്റ് കൊണ്ടിരിച്ചു വെച്ചു. അത് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥതയുള്ളൂ. ഒരു കൊതുക് അവിടെയെങ്കിലും ഉണ്ടായാൽ മതി, ഉറങ്ങില്ല. ആ സ്ഥാനത്ത് കൊതുക് തലയ്ക്ക് മുകളിൽ കൂടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നതിൻ്റെ മടുക്ക്, ബോധമില്ലാതെ കൊതുക് കടിയും കൊണ്ട് ഉറങ്ങി. ഒരു സ്ഥലത്തും ചൊറിച്ചിലും തോന്നിയില്ല, കൊതുക് കടിയും തോന്നിയില്ല. ആവശ്യമെന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ചാലും വിഷം കയറാതെ കണ്ട്, അത് അതിൻ്റെ വേദന അനുഭവിക്കാതെ കണ്ട് നിന്നെ പരിപാലിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ ഒരു കരമുയർത്തി ഒരു സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട് ഈ നാളുകളിൽ വീട്ടിലെ കംഫർട്ട് സോണിൽ നിന്ന് യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി വെളിയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ശരിക്കൊന്ന് കരമടിച്ച് ആരാധിച്ചാട്ടെ, ശരിക്കൊന്ന് ആരാധിച്ചാട്ടെ, നന്നായിട്ട് കരമടിച്ചൊന്ന് ആരാധിച്ചാട്ടെ. നിന്റെ പ്രതിഷ്ഠ ഒരു ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിച്ചാട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ സത്യം പറയാം, ഇല്ലാത്തപ്പോൾ പട്ടിണി കിടന്നാൽ അതിൻ്റെ പേരെന്നാ? പട്ടിണി. ഉണ്ടായിട്ട് പട്ടിണി കിടന്നാൽ അതിൻ്റെ പേരെന്നാ? ഉപവാസം. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഉണ്ടായിട്ട് ഇല്ലാഞ്ഞിട്ട് പട്ടിണി കിടന്നാൽ അത് വെറും പട്ടിണിയാണ്. എന്നാൽ ഉണ്ടായിട്ട് പട്ടിണി കിടന്നാൽ അതിൻ്റെ പേരാണ് ഉപവാസം. വ്യത്യാസം മനസ്സിലായല്ലോ? ഞാൻ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല. സുവിശേഷത്തിന് വേണ്ടി പട്ടിണി കിടക്കാൻ പൗലോസ് പറയുമ്പോൾ 9.5 കോടി പവന്റെ സ്വത്ത്. ഏത് കണക്കിനാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ കണക്കുണ്ടാക്കിയത് 200 വർഷം മുമ്പാണ്. അന്നത്തെ രൂപയുടെ മൂല്യമനുസരിച്ച്, പ്രൈസ് ഗോഡ്, 200 വർഷം മുമ്പ് ദൈവത്തിന് സ്തോത്രം, ഇന്ത്യയിൽ ബോംബെ പട്ടണത്തിൽ 1 സെന്റ് സ്ഥലത്തിന് അരയണയ വില. അന്ന് 9.5 കോടി പവന്റെ സ്വത്ത്. ഹല്ലേലൂയ. പൗലോസിന്റെ കുടുംബത്തിൽ 5 കപ്പലുകൾ ഉണ്ടായിരുന്ന പറയുന്നത്. എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്നെണ്ണിന്ന് പൗലോസ് എഴുതിയപ്പോൾ, ഹല്ലേലൂയ, പത്രോസും യാക്കോബും യോഹന്നാനും എന്നാ വിട്ടത്? പൊന്നച്ചൻ ഭാഷയിൽ ഒരു കീറിയ വലയും നാറിയ പടകും. കീറിയ വലയും നാറിയ പടകും. പക്ഷെ പൗലോസ് 9.5 കോടി പവന്റെ സ്വത്ത് ഉപേക്ഷിച്ച് ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇതൊരു ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചിയ ശേഷം അതിനകത്ത് വെളിപ്പെട്ട് കിട്ടാതിരുന്ന, യഹൂദന് വെളിപ്പെട്ട് കിട്ടാതിരുന്ന, ജെറുസലേം ദേവാലയത്തിൽ രാപ്പകൽ ശുശ്രൂഷിക്കുന്നവർക്ക് വെളിപ്പെട്ട് കിട്ടാതിരുന്ന മശിഹ നസ്രയനായ യേശുവാണെന്ന് ദമസ്കോസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ഒരു ദർശനത്തിൽ കൂടെ വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റത് ജീവിതം കർത്താവിനോട് സമർപ്പിച്ചുകൊണ്ടാണ്. ഇന്ന് പകൽക്കാലം എന്തെങ്കിലുമൊക്കെ ഒരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് പറ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. കർത്താവിനോടുകൂടെ പോകാൻ മാത്രമല്ല, അവന് വേണ്ടി മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പൗലോസ് പറഞ്ഞതാ, എഴുതിയതല്ലേ? അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ. 19 എത്രയില്ല ആ വാക്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ 20 19 നല്ല വാക്യം ഒന്ന് ഓർക്കുക. ഇരുപതാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. 21 തൊട്ട് വായിച്ചേ. അല്ല, 20 തൊട്ട്. കർത്താവിനെ സേവിച്ചു എന്നും ഞാൻ എങ്ങനെ കർത്താവിനെ, അല്ല 19 തൊട്ട്, അല്ല 18. ഞാൻ ആസ്യയിൽ അതിന്റെ മേളിൽ ആ പാരഗ്രാഫ് തുടങ്ങുന്നിടത്ത്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും, എങ്ങനെ സേവിച്ചു വന്നെന്നും, പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും, ദൈവത്തിങ്കലുള്ള മാനസാന്തരവും
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നിട്ട് ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകും. അഗബോസ് എന്ന പ്രവാചകന്റെ മക്കള് പ്രവചിച്ചു പറഞ്ഞു, ഈ കരക്കച്ചിയുടെ ഉടമസ്ഥന് ഇതുപോലെ കെട്ടി ഏൽപ്പിക്കും. ഇവർ പറഞ്ഞപ്പോൾ ക്ഷാമം ഉണ്ടായതാണ്, അച്ചട്ട് പ്രവചനമാണ്. അന്നേരം കൊടുക്കുന്ന മറുപടിയാണ്, എനിക്കത് വിഷയമല്ല. അടുത്തത്, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ, പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അടുത്തത്, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യവും പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഇതായിരുന്നു പത്രോസിന്റെ വിളി, ഇതായിരുന്നു പത്രോസിന്റെ വിഷൻ, ഇതായിരുന്നു പത്രോസിന്റെ കാഴ്ചപ്പാട്. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു. ഈ ഉപവാസം കഴിയുമ്പോൾ ഇതിനോട് സമാന്തരമായ, ഏതാണ്ട് മുഴുവനുമായില്ലെങ്കിലും അല്പമെങ്കിലും ഈ സ്വഭാവമുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ. കണ്ണുകളടയ്ക്കാം, തലയുടെ വണക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഒരു സമർപ്പണം, ദൈവസന്നിധിക്ക് ഒരു സമർപ്പണം. ഇന്ന് കേട്ട ദൂതിൻ്റെ മുമ്പിൽ ദൈവസന്നിധിക്ക്